സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള കണ്ടന്റ് ക്രിയേറ്ററാണ് അഖിൽ NRD. ഭൂരിഭാഗം വീഡിയോകളിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന മേഘ നായരും ഉണ്ടായിരുന്നു. അടുത്തിടെയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും മേഘ സ്വകാര്യ ബസ് ഡ്രൈവറായ അനൂപ് എന്നയാളോടൊപ്പം ഇറങ്ങിപ്പോയത്. അതിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നുവെങ്കിലും അഖിലോ മേഘയോ പ്രതികരണങ്ങളുമായി എത്തിയിരുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ ഒരുമിച്ചുള്ള വീഡിയോകളും ചിത്രങ്ങളും നീക്കം ചെയ്തതോടെയാണ് ഇത് സത്യമാണെന്ന് എല്ലാവരും ഉറപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിലെ തൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എന്ന ക്യാപ്ഷനോടെ മേഘ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. അതിന് അനൂപിനെ ഉപേക്ഷിച്ച് പോയോ എന്ന തരത്തിലുള്ള കമൻറ്റുകളും വന്നിരുന്നു. ഇതിന് മറുപടിയായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് മേഘ. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അനൂപിനോടൊപ്പം ഇറങ്ങിപ്പോയതാണെന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് അയാളെ കളഞ്ഞിട്ട് പോകാനല്ല എന്നും അഖിലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന് പുറത്തു പറയാൻ പറ്റാത്ത കാരണങ്ങളുണ്ടെന്നും മേഘ തുറന്നു പറയുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ സ്വർണവും മറ്റു വസ്തുക്കളും എടുത്തു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും മേഘ കുറിച്ചു. അവരുടെ സ്വർണം തിരികെ കൊടുത്ത് സ്വന്തം സാധനങ്ങൾ മാത്രമെടുത്താണ് ഇറങ്ങിയതെന്നും മേഘ വ്യക്തമാക്കി. ഇറങ്ങി വന്ന് 10 ദിവസം അനൂപിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഇതിനിടെ അച്ഛനെ കാണാൻ വീട്ടിൽ പോയതാണെന്നും തിരികെ അനൂപിൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിയെന്നും മേഘ കുറിക്കുന്നു. പരസ്യമായി പരസ്പരം കുറ്റങ്ങൾ പറയില്ല എന്ന് എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും. അത് ആരും വിശ്വസിക്കേണ്ട എന്നും മേഘ പറയുന്നു. അഖിലും മേഘയും നിയമപരമായി വേർപിരിഞ്ഞു എന്ന കാര്യത്തിലും ഇനിയും വ്യക്തത വന്നിട്ടില്ല. ബസ് ഡ്രൈവറായ അനൂപിൽ കൂടുതൽ സുരക്ഷിതത്വം തോന്നിയത് കൊണ്ടാണ് മേഘ ഇറങ്ങിപ്പോയതെന്നാണ് പറയുന്നത്. വിവാഹിതനല്ലാത്ത അനൂപിന് ചെറിയ വീടും അമ്മയും അനിയനുമാണുള്ളത്. അനൂപിൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് മേഘ ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ വന്നു നിൽക്കുന്നത്. അല്ലാതെ അനൂപുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് ഇയാൾ വ്യക്തമാക്കുന്നത്. അഖിലുമായി മ്യൂച്വൽ ഡിവോഴ്സിന് ഒരുങ്ങുകയാണ് മേഘ ഇപ്പോൾ. മേഘയുടെ ഭാഗത്തും ചില ന്യായങ്ങളുണ്ടായിരുന്നു എന്നും അഖിൽ ഒരു അച്ഛൻകുട്ടിയായതിനാൽ അച്ഛൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നും കുടുംബ സുഹൃത്ത് പറഞ്ഞിരുന്നു.